അസ്സലാമു അലൈക്കും എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് കിട്ടിയ കാര്യങ്ങളൊക്കെ കാണിച്ചില്ലായിരുന്നു. അതിൽ ഒരു റോസാപ്പൂ ഞാൻ കാണിച്ചായിരുന്നു. ആ റോസാപ്പൂ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിനെ ഞാൻ വിചാരിച്ച് സൂക്ഷിച്ച് വെക്കാമെന്ന്. ഇനിയും ഞാൻ ഇരുന്നാൽ അത് പൊടിഞ്ഞു പോവത്തേ ഉള്ളൂ. എനിക്ക് നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് കിട്ടിയ റോസാപ്പൂവാണിത്. അതുകൊണ്ടാണ് ഞാൻ സൂക്ഷിച്ച് വെക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ എപ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നതാണ്, എത്ര നാളിത് സൂക്ഷിച്ചിരിക്കും. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴേ ഇതിനൊക്കെ നമുക്ക് വില കാണത്തുള്ളൂ. നമ്മൾ എന്നും മരിക്കുമെന്നൊന്നും അറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ കൂടിപ്പോയാൽ ഒരു 40-50 വർഷമൊക്കെ ഇരിക്കും. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അള്ളാഹുവിൻ്റെ കയ്യിലാണ് എല്ലാം. ചിലപ്പോൾ നമ്മൾ നാളെ തന്നെ മരിച്ചെന്നും വരാം. നമ്മൾ മരിക്കുന്നത് വരെ ഇതിനൊക്കെ വിലയുള്ളൂ. അത് കഴിഞ്ഞാൽ ഇതെല്ലാം വേസ്റ്റായി മാറും. പിന്നെ ഇനി എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ഇനി എൻ്റെ വീഡിയോസിൽ ഞാൻ നിസ്കരിക്കുന്നതും ഖുർആൻ ഓതുന്നതുമായിട്ടുള്ള വീഡിയോസൊക്കെ ഇടാറില്ലേ, അതൊന്നും ഇനി ഇടത്തില്ല. ഇതുവരെ അങ്ങനെ ഇട്ടിരുന്നത് നിസ്കരിക്കാൻ മടിയുള്ളവർക്കും കറക്റ്റായിട്ട് നിസ്കരിക്കാത്തവർക്കൊക്കെ കുറച്ച് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. കുറേ പേരും കമൻറ്റിൽ അവർക്ക് മോട്ടിവേഷനാണ് എൻ്റെ വീഡിയോ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നുണ്ടെങ്കിലും ഞാൻ നിസ്കാരപ്പായിലിരുന്ന് ജസ്റ്റ് വീഡിയോ എടുക്കും. പിന്നെ ഖുർആൻ ഓതാൻ തുറക്കുന്നത് കണക്ക് കാണിക്കും. അല്ലാതെ ഞാൻ വീഡിയോ ഓണാക്കി വെച്ചിട്ട് നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയില്ല. ഞാൻ ഖുർആൻ ഓതി കഴിഞ്ഞിട്ടും നിസ്കരിച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് അങ്ങനെ വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഒരിക്കലും നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഖുർആൻ ഓതുമ്പോഴും വീഡിയോ ഓണാക്കി വെക്കാനേ പാടില്ല. കാരണം നമ്മളത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്താണ്. ഒരിക്കലും അത് നമ്മൾ രണ്ട് ഇൻറ്റൻഷനോടെ ചെയ്യരുത്. ഒന്ന് വീഡിയോ ആയിട്ട് എടുക്കണം, ഒന്ന് അള്ളാഹുവിന് വേണ്ടി ചെയ്യണം. അങ്ങനെ രണ്ട് നിയത്തായി പോകും നമ്മുടെ മനസ്സിൽ. അപ്പോൾ അള്ളാഹു അത് സ്വീകരിക്കൂലായിരിക്കും. ഞാൻ ഇതുവരെയും അങ്ങനെ ചെയ്തിട്ടില്ല. ചിലപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാനൊക്കെ തോന്നിയാലോ എന്ന് വെച്ചാണ് ഞാനിതിവിടെ പറയുന്നത്. ഇനി ഞാൻ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. കൂടുതലും എൻ്റെ വീഡിയോ കാണുന്ന ഫീമെയിൽസാണ്. അപ്പോൾ ഫീമെയിൽസിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ എപ്പോഴും നമ്മളെ ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കണം. ഒരിക്കലും നമ്മൾ കൊള്ളത്തില്ല, നമ്മൾ അഴുക്കയാണ്, ഒന്നിനും കഴിവില്ല എന്ന് വിചാരിക്കരുത്. നമ്മളെ അള്ളാഹു ആണ് സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മളെ അള്ളാഹു നല്ല രൂപത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതും കഴിവുകൾ തന്നിരിക്കുന്നതും. അള്ളാഹു നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള കഴിവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു ഓരോ കഴിവുകളാണ് തന്നിരിക്കുന്നത്. മറ്റുള്ളവരുടെ കഴിവ് നമുക്ക് വേണം, നമുക്ക് തന്നില്ലല്ലോ അള്ളാഹു എന്ന് പറഞ്ഞ് ഒരിക്കലും വിഷമിക്കരുത്. നമുക്ക് തന്ന കഴിവിനെ നമ്മൾ സന്തോഷത്തോടെ ഉപയോഗിക്കാൻ ശ്രമിക്കണം. എപ്പോഴും അള്ളാഹുവിന് അൽഹംദുലില്ലാ പറയണം, നമുക്ക് തന്ന സൗന്ദര്യത്തിനും നമുക്ക് തന്ന കഴിവിനുമെല്ലാം. അള്ളാഹു മനുഷ്യർക്കെല്ലാം പല പല കളറാണ് കൊടുത്തിരിക്കുന്നത്. ചിലർ വെളുപ്പ്, ചിലർ കറുപ്പ്, ചിലർ ബ്രൗണ്. അങ്ങനെ ഓരോ കളറും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ സൗന്ദര്യം ഇരിക്കുന്നത് നമ്മുടെ കളറിലൊന്നുമല്ല. നമ്മളെല്ലാവരും നമ്മുടേതായ രീതിയിൽ ഭംഗിയുള്ളവരാണ്. അള്ളാഹുവാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ ഭംഗിയില്ലാത്തവരല്ല. നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ ചെന്നൊന്ന് നോക്കിയിട്ട് അള്ളാഹു തന്ന പിരികമാണ്, അള്ളാഹു തന്ന കണ്ണാണ്, അള്ളാഹു തന്ന മൂക്കാണ്, അള്ളാഹു തന്ന ശരീരമാണ് നമുക്ക് എന്ന് പറഞ്ഞിട്ട് നോക്കണം. എന്നിട്ട് നമ്മൾ അൽഹംദുലില്ലാ പറയണം അള്ളാഹുവിൻ്റെ അടുത്ത്. നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ വൃത്തിയാണ്. നമ്മൾ വൃത്തിയായിരുന്നാൽ നമുക്ക് എപ്പോഴും സൗന്ദര്യം കാണും. പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ഈ ലോകത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മുടെ ഉമ്മായും വാപ്പായും നമ്മളെ സ്നേഹിക്കുന്നത് എത്രയാണ്, അതാണ് ഈ ലോകത്തിൽ നമുക്ക് ഏറ്റവും മാക്സിമമായിട്ട് കിട്ടുന്ന സ്നേഹം. അതിൽ കൂടുതൽ സ്നേഹം നമ്മൾ ആരിൽ നിന്നും പ്രതീക്ഷിക്കരുത്. കാരണം നമ്മുടെ ഉമ്മായും വാപ്പായും ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ നിന്നാണ് നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മളൊരു ഉമ്മായും വാപ്പായും ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കും അത് മനസ്സിലാവും. നമ്മുടെ ഹസ്ബൻഡ് നമ്മളെ സ്നേഹിക്കും, നമ്മുടെ സിബ്ലിങ്സ് നമ്മളെ സ്നേഹിക്കും. സ്നേഹിക്കത്തില്ല എന്നല്ല പറയുന്നത്, അവരും ഹയസ്റ്റ് ലെവലിലാണ് സ്നേഹിക്കുന്നത്. ഞാനൊരു എക്സാമ്പിളായിട്ടാണ് പറഞ്ഞത്. നമുക്ക് ഈ ലോകത്ത് ഏറ്റവും വലുതായിട്ട് കിട്ടാവുന്ന സ്നേഹം നമ്മുടെ ഉമ്മയുടെയും വാപ്പായുടെയുമാണ്. അതിൽ കൂടുതൽ സ്നേഹം ആരിൽ നിന്നും കിട്ടത്തില്ല എന്ന്. പിന്നെ എല്ലാ ഉമ്മമാരും വാപ്പമാരും ഇങ്ങനെ ആവണമെന്നില്ല. യഥാർത്ഥത്തിൽ മക്കൾ സ്നേഹിക്കുന്ന ഉമ്മയുടെയും വാപ്പയുടെയും കാര്യമാണ് ഞാൻ പറയുന്നത്. എത്രയോ ഉമ്മായും വാപ്പായും അമ്മയും അച്ഛനും ഒക്കെ സ്വന്തം മക്കളെ കൊല്ലുന്നു.
അവരുടേതും വെച്ചല്ല ഞാൻ പറഞ്ഞത്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മൾ എത്ര ഇബാദത്തുകൾ ചെയ്താലും എത്ര അള്ളാഹുവിൻ്റെ അടുത്താലും മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ റിലീജിയസ് ആണെന്ന വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത്. ഒരിക്കലും അവർ നമ്മൾ റിലീജിയസ് ആണെന്ന് പറയുകയുമില്ല, നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. എത്ര നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്താലും അവർ നമ്മളുടെ ഒരു ചെറിയ തെറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ നല്ലതല്ല ചീത്തയാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു 50% പോലും അവർ ചെയ്യത്തില്ലായിരിക്കും. പക്ഷേ നമ്മുടെ ഒരു ചെറിയ തെറ്റുകൾ തന്നെ അവർ ഏറ്റെടുത്ത് വലിയതാക്കിയിട്ട് കാണിക്കും. നമ്മൾ മറ്റുള്ളവർ പറയുന്നത് പറഞ്ഞോട്ടെ, നമുക്ക് നമ്മുടെ അള്ളാഹുവിൻ്റെ അടുത്ത് മാത്രമേ ബോധിപ്പിച്ചാൽ മതി. നമ്മളിപ്പോൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർ പറഞ്ഞതിൻ്റെ പേരിൽ അത് തിരുത്താൻ ശ്രമിക്കരുത്. നമ്മൾ അള്ളാഹു പറഞ്ഞത് അനുസരിക്കാൻ വേണ്ടി തിരുത്തണം. നമ്മൾ മറ്റുള്ളവർ പറഞ്ഞതിൻ്റെ പേരിൽ തിരുത്താൻ ശ്രമിച്ചാൽ നമുക്ക് അള്ളാഹുവിൻ്റെ നിന്ന് പ്രതിഫലം കിട്ടത്തില്ല. കാരണം അള്ളാഹു പറഞ്ഞിട്ട് നമ്മൾ കേട്ടില്ല, പക്ഷേ മറ്റുള്ളവർ കളിയാക്കുമെന്ന് പേടിച്ച് നമ്മൾ തിരുത്തുന്നു. അത് ഏറ്റവും വലിയ തെറ്റാണ്. പിന്നെ അടുത്ത കാര്യം, നമ്മൾ എപ്പോഴും മറ്റുള്ളവർ നമ്മളെ നോക്കുമെന്ന് വിചാരിച്ച് ജീവിക്കുകയേ ചെയ്യരുത്. നമ്മൾ എപ്പോഴും വേണോ നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടാം. നമ്മുടെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അവർ നോക്കും, അതുകൊണ്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല എന്നൊന്നും വിചാരിക്കരുത്. എന്തായാലും നമ്മൾ ഒരു ഡിഗ്രി നമ്മുടെ കയ്യിൽ വേണം. നമ്മൾ എപ്പോഴും വേണോ നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടാം. അതുകൊണ്ട് നമ്മൾ എന്തായാലും പഠിച്ചൊരു ഡിഗ്രി നമ്മുടെ കയ്യിൽ വേണം. ചിലരൊക്കെ നേരത്തെ തന്നെ കല്യാണം കഴിക്കുന്നവരായിരിക്കും. കല്യാണം കഴിക്കുമ്പോൾ അവർ വിചാരിക്കും ഇനി എന്നെ ഭർത്താവ് നോക്കിക്കോളും, അതുകൊണ്ട് പഠിക്കുകയൊന്നും വേണ്ട, അങ്ങനെ ഡിഗ്രിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് പോണവർ കാണും. ഒരിക്കലും അങ്ങനെ വിചാരിച്ച് നമ്മുടെ ഡിഗ്രി സ്റ്റോപ്പ് ചെയ്യരുത്. കാരണം നമ്മുടെ ഭാവി എന്താണെന്ന് നമുക്കറിയത്തില്ല. എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. നമ്മൾ ഓരോരുത്തരുടെയും ആരോഗ്യം വരെ അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫാമിലി നമ്മൾ തന്നെ നോക്കേണ്ടി വരുന്ന അവസ്ഥയും വരും. പിന്നെ അടുത്ത കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ ലൈഫ് വെച്ച് നമ്മുടെ ലൈഫിനെ കമ്പയർ ചെയ്യരുത്. അള്ളാഹു നമ്മളിൽ ഓരോരുത്തരുടെയും ജീവിതം ഓരോ രീതിക്കാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ചിലപ്പോൾ നമ്മളിപ്പോൾ പാവപ്പെട്ടവരായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ പണക്കാരാവും. ഇപ്പോൾ പണക്കാരായിട്ടിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ പാവപ്പെട്ടവരാവും. ഒരിക്കലും നമ്മുടെ പൈസയ്ക്കോ നമ്മുടെ ജീവിതത്തിനോ നമ്മുടെ ലൈഫ് സ്റ്റൈലിനോ ഒരു ഗ്യാരൻറ്റിയും ഇല്ല. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കണ്ട് കൊതിക്കാനോ മറ്റുള്ളവരെ കളിയാക്കാനോ നിൽക്കരുത്. നമ്മൾ ഇപ്പോൾ ഉള്ള ജീവിതത്തിൽ നമ്മൾ സന്തോഷം കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ഇതാണ് ഞാൻ ചെയ്തതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നിങ്ങൾക്ക് ഞാനെൻ്റെ മൈക്ക് കാണിച്ചു തരാം. ഞാൻ 2-3 മാസം മുമ്പേ വാങ്ങിയതാണ്. വീഡിയോയിൽ നല്ല വോയിസ് ആയിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എത്ര നാൾ ഞാൻ വീഡിയോ ഇടുമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ യൂട്യൂബ് നിർത്തിയിട്ട് തന്നെ പോകും, ഡിലീറ്റ് ആക്കിയിട്ട്. എനിക്കറിയത്തില്ല എത്ര നാൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുമെന്ന്. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ കുറഞ്ഞ പൈസയ്ക്കുള്ള മൈക്കാണ് വാങ്ങിയത്. പക്ഷേ ഇതിൽ റെക്കോർഡ് ചെയ്താൽ നല്ല എക്കോ ആണ്. അതുകൊണ്ട് ഇതുവരെ മൈക്കിൽ ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. എൻ്റെ വീഡിയോയുടെ കമൻറ്റിലൊക്കെ വരുമായിരുന്നു വോയിസ് കുറവാണ്, അതുകൊണ്ട് വാങ്ങിയതായിരുന്നു. പക്ഷേ ഒരു ഉപയോഗവും ഇല്ല ഇപ്പോൾ അതിന്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇസ്ലാമിക് ക്വിസ് ചോദിച്ചതിൽ ആരും കമൻറ്റ് ചെയ്തില്ലായിരുന്നു ആൻസർ. അറിയാത്തതുകൊണ്ടായിരിക്കില്ല, എന്നാലും ഞാൻ ആൻസർ പറഞ്ഞു തരാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഖുർആനിൽ മൊത്തത്തിൽ എത്ര ആയത്തുകളാണ് ഉള്ളതെന്ന്. എല്ലാ ആയത്തുകളുടെ മുമ്പിലുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒഴിച്ച് മൊത്തത്തിൽ 6236 ആയത്തുകളാണ് ഉള്ളത്. ഇനി ഇന്നത്തെ ഇസ്ലാമിക് ക്വിസ് ചോദിക്കാം. ഖുർആനിൽ എത്ര പ്രാവശ്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹമ്മദ് എന്ന പേര് ഉപയോഗിച്ചിരിക്കുന്നത്? ആൻസർ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ഞാൻ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ലാപ്ടോപ്പിൽ എൻ്റെ യൂട്യൂബ് ചാനലെടുത്ത് നോക്കി. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ലാപ്ടോപ്പിലെടുത്ത് നോക്കുന്നത്. അല്ലാതെ ഞാൻ പഠിക്കാനൊക്കെയാണ് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം എൻ്റെ ഫോണിൽ നിന്ന് തന്നെയാണ്. നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുമ്പോഴത്തേക്കും അതിൽ നമ്മുടെ ചാനലിലെ ടോപ്പ് കമൻറ്റർ ആര് അങ്ങനെയൊക്കെ കാണിക്കും. അതിൽ ടോപ്പ് കമൻറ്ററായിട്ട് നമ്മുടെ ചാനലിലുള്ളത് ദിൽനയാണ്. ഇപ്പോഴും എൻ്റെ അടുത്ത് ഡൗട്ടൊക്കെ ചോദിക്കും കമൻറ്റിലൂടെ. എനിക്കിഷ്ടമാണ്, എല്ലാവരെയും എനിക്കിഷ്ടമാണ് കമൻറ്റ് ഇടുന്നത്. വീഡിയോ കാണുന്ന എല്ലാവരെയും എനിക്കിഷ്ടമാണ് നമ്മുടെ ചാനലിൽ. പിന്നെ ഫസ്റ്റ് തൊട്ടേ കമൻറ്റ് ഇടുന്ന കുറച്ച് പേരുണ്ട്. നാഫിയ നൗഫൽ, ബിസ്മി, പ്രിൻസസ് ഗേൾ, ഫസീല റഷീദ്, മുസ്ലിമ ലൈഫ്, അങ്ങനെ കുറച്ച് പേരുണ്ട്. എല്ലാവരെയും എനിക്കറിയാം. പിന്നെ ഇപ്പോൾ സ്ഥിരമായിട്ടിടുന്ന കുറച്ച് പേരുണ്ട്. റിൻഷ, നാദിയ,
ഐഷ, സലീം, ആദിൽ, അങ്ങനെ കുറച്ച് പേര്. എനിക്ക് ഈ അക്കൗണ്ടിൻ്റെ നെയിം കാണുമ്പോഴത്തേക്കും മെയിലാണോ ഫീമെയിലാണോ എന്ന് ചിലപ്പോൾ അറിയാൻ വയ്യാതെയാവും. കൂടുതൽ പേരും ഫീമെയിലാണെന്നറിയാം, എന്നാലും നെയിം കാണുമ്പോൾ ഒരു ഡൗട്ടാവുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ വലുതായിട്ട് പേഴ്സണൽ ക്വസ്റ്റ്യനിന് കമൻറ്റൊന്നും റിപ്ലൈ കൊടുക്കാത്തത്. എന്നാലും വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ കൂടെ റിപ്ലൈ തരാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.